ബജറ്റിന് പിന്നാലെ വിവാദം കത്തിപ്പടരുകയാണ്. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിൽ സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നു പ്രതിപക്ഷം. സർക്കാർ നീക്കത്തിന് പിന്നിൽ കർണാടക മദ്യ ലോബി എന്ന് മുൻ മന്ത്രി എം ബി രാജേഷ് ആരോപിച്ചു. എത്ര കിട്ടിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും എം ബി രാജേഷ് പറഞ്ഞു. കഴിഞ്ഞ സർക്കാർ വേണ്ടെന്ന് തീരുമാനിച്ച പദ്ധതിയാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചതെന്നായിരുന്നു കെ എൻ ബാലഗോപാലിന്റെ പ്രതികരണം. മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതിന് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണെന്നാണ് മുൻ മന്ത്രി കൂടിയായ തോമസ് ഐസക്കിന്റെ വിമർശനം. സർക്കാരിന് വലിയ വരുമാന നഷ്ടമുണ്ടാക്കി ഈ നികുതി ഇളവ് കൊടുത്തതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണ് എന്ന് മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് സതീശൻ പറഞ്ഞാൽ മതി. ആ ത്യാഗം സഹിക്കാൻ തയ്യാറായതിന്റെ പിന്നിൽ നടന്ന കൊടുക്കൽ വാങ്ങൽ എന്താണ് പുറത്തു വരിക തന്നെ ചെയ്യും. കർണാടക മദ്യ ലോബി ഇതിന്റെ പിന്നിലുണ്ട്. ഞങ്ങൾ അതിനകത്ത് തീരുമാനിച്ച റേറ്റ് തീരുമാനിക്കാഞ്ഞത് അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ്. വേണ്ട എന്ന് വെച്ച പദ്ധതിയാണ് ഇത് നടപ്പിലാക്കേണ്ട. ആ റേറ്റ് അതുകൊണ്ടാണല്ലോ നിശ്ചയിക്കാൻ. ഹോർട്ടി വൈനല്ലെങ്കിലും വീര്യം കുറഞ്ഞ നികുതി കേരളത്തിൽ കൊണ്ടുവന്ന് വെക്കും. ഈ മാർക്കറ്റ് അവർ പിടിക്കും. ഇത് ചെയ്യാൻ പാടില്ല. ആ നികുതി അനുവദിക്കുന്നത് കോർപ്പറേറ്റുകളുടെ കടന്നുവരവിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് കൊണ്ട് അന്ന് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആലോചിച്ചത് പശുവാങ്ങിക്ക് ഉപയോഗിച്ചുകൊണ്ടുള്ള വീര്യം കുറഞ്ഞ മദ്യത്തെ സംബന്ധിച്ചാണ്. ഇത് അതല്ല. ആർക്കും ഡിസ്പ്ലേ തുടങ്ങി ഈ സ്പിരിറ്റിന്റെ അളവ് കുറച്ച് വീര്യം കുറവാണെന്ന് പറഞ്ഞ് വിൽക്കാനുള്ള സൗകര്യം കൊടുക്കുകയാണ്. ടി വി പ്രസാദും ഇക്ബാൽ അറക്കിലുമാണ് ചേരുന്നത്. ആദ്യം ടി വി പ്രസാദിലേക്ക് പോയ പ്രസാദ്, ഈ സർക്കാരിന്റെ നീക്കത്തിനെതിരെ പ്രത്യേകിച്ച് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയരുന്നത്. എന്തിനീ തീരുമാനമെടുത്തു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പഴയ സർക്കാർ എടുത്ത തീരുമാനത്തിൽ നികുതി നിശ്ചയിച്ചതാണെന്ന് പറയുമ്പോൾ പോലും LDF സർക്കാർ ഉദ്ദേശിച്ച രീതിയിലല്ല ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന പ്രധാനപ്പെട്ട ആരോപണമാണ് ഉയർത്തുന്നത്. ഇത് കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്, ഒപ്പം വലിയ രീതിയിൽ ഡിസ്റ്റിലറികൾ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഒരുക്കാനാണ് എന്നൊക്കെ ആരോപണം ഉയർത്തുമ്പോൾ ഈ സർക്കാരിന്റെ നീക്കം എന്താണ്? വിനീത, അതീവ ഗുരുതരമായ ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ വിഷയത്തിൽ എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ LDFന്റെ സമയത്ത് ഇത് വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. അന്ന് ചട്ടമുണ്ടാക്കിയതാണ്, അത് സംബന്ധിച്ച് ഉത്തരവിറക്കിയതാണ്. പക്ഷേ ഇത് കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടാക്കും എന്ന് പാർട്ടി ചർച്ച ചെയ്തതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സർക്കാർ ആ തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. വിനീത, പ്രശ്നം ഇതാണ്. അതായത് സംസ്ഥാനത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഇഷ്ടം പോലെ വിൽപ്പന നടത്തുന്നുണ്ട്. അതിലുള്ള വീര്യത്തിന്റെ അളവ് അത് 42.86% അതിൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്നത്. വീര്യം കൂടിയ മദ്യമാണ്. അതിന് സംസ്ഥാനത്ത് വിൽക്കണമെങ്കിൽ 251% നികുതി കൊടുക്കേണ്ടത്. അതായത് സംസ്ഥാനത്ത് 251% കുറഞ്ഞ് നികുതി കൊടുക്കുന്ന ഒരു മദ്യമില്ല എന്ന് അതിന്റെ രത്ന ചുരുക്കം. പക്ഷേ ഈ പുതിയ തീരുമാനത്തോടുകൂടി എക്സൈസ് മന്ത്രി പോലും അറിയാതെ ഇന്നലെ ബജറ്റിൽ ധനമന്ത്രിയായ മുഖ്യമന്ത്രി ഉൾപ്പെടുത്തിയ പദ്ധതിയോടുകൂടി സംഭവിക്കാൻ പോകുന്നത് 0.5% മുതൽ 20% വരെ ലളിതമായ അളവിൽ ആൽക്കഹോൾ ഉള്ള പുതിയ മദ്യ ബ്രാൻഡുകൾ വരുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം ബക്കാഡിയുടെ ബ്രീസർ എന്നൊക്കെ പറയുന്നതാണ്. അത് കണ്ടു കഴിഞ്ഞാൽ സോഡ മാതിരിയൊക്കെ ഉള്ളതാണ്, വിവിധ നിറങ്ങളിലുള്ളതാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം ഇപ്പോൾ ബോംബെയിലടക്കം ധാരാളം ഇത് വിൽക്കുന്നുണ്ട്. ഇത് കുട്ടികളടക്കമുള്ളവർ, സ്ത്രീകളടക്കമുള്ളവർ ധാരാളം കഴിക്കുന്നു എന്നുള്ളതാണ്. കാരണം വളരെ കുറഞ്ഞ ലഹരിയാണ്, പക്ഷേ മദ്യമാണിത്. അതിന് 120% മുതൽ 175% വരെ മാത്രമാണ് നികുതിയുള്ളത്. അതായത് 0.5 മുതൽ 10% വരെ നികുതി കൊടുക്കേണ്ടത് വെറും 120%. ഞാൻ നേരത്തെ പറഞ്ഞത് 251% സംസ്ഥാനത്ത് മദ്യത്തിൽ നിന്ന് നികുതി ഈടാക്കുമ്പോൾ ഇതിന് മാത്രം വേണ്ടത് 120 മാത്രമാണ് എന്നതാണ്. അതുപോലെ തന്നെ 10 മുതൽ 20% വരെയാണ് വീര്യമെങ്കിൽ അവിടെയും വേണ്ടത് 175% നികുതി മാത്രമാണ് എന്നുള്ളതാണ്. ഇതിന് പിറകിലുള്ള താല്പര്യം ഇത് മദ്യ കമ്പനികളുടെ താല്പര്യമാണ്. അതുകൊണ്ട് കൂടിയായിരിക്കണം വലിയ ആകാതിരിക്കാൻ LDF സർക്കാർ ഇത് കൊണ്ടുവരാതിരുന്നത്. പക്ഷേ വളരെ രഹസ്യമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തിയതോടുകൂടി നാളെ മുതൽ വേണമെങ്കിൽ ബിവറേജസ് കോർപ്പറേഷന് ഈ മദ്യം വിൽക്കാം. കാരണം നികുതി ഘടന പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് വിൽപ്പനയ്ക്ക് റെഡിയാണ് എന്നർത്ഥം. പക്ഷേ ഇത് എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ല. നേരത്തെ VM സുധീരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇതിനെതിരെ LDFന്റെ കാലത്ത് പരസ്യമായി രംഗത്ത് വന്നതുമാണ്. കൂടുതൽ ആളുകളെ മദ്യപാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ വിനീത, മറുവശമുള്ളത് സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ്, കടക്കണിയിലാണ് നിൽക്കുന്നത്. പക്ഷെ എന്നിട്ടും ഈ മദ്യ കമ്പനിക്ക്
എന്തിന് ഇത്ര വലിയ സൗജന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ടി വി പ്രസാദ് പറഞ്ഞതുപോലെ എന്തിനീ ത്യാഗം സഹിക്കുന്നു എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ എം പി രാജേഷ് വാർത്താ സമ്മേളനത്തിൽ എത്തിയത്. ഇക്ബാൽ ഗുരുതര അഴിമതി ആരോപണം ഉയർത്തുന്നു. കർണാടക ലോബിക്ക് വേണ്ടിയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്നതാണ് എം പി രാജേഷ് ഇന്ന് ആരോപിച്ചത്. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ഇതിന് എന്ത് കിട്ടി എന്ന ചോദ്യം അതൊരു വലിയ ചോദ്യമായി തന്നെ ഉയർത്തുകയാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷം. വിനീത, തീർച്ചയായും ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണമാണ് ഇപ്പോൾ പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉയർത്തുന്നത്. മുൻ മന്ത്രിയായിട്ടുള്ള KN ബാലഗോപാൽ പറയുന്നത് കഴിഞ്ഞ സർക്കാർ വേണ്ടെന്ന് വെച്ച പദ്ധതിയാണ് ഇപ്പോൾ UDF സർക്കാർ നടപ്പാക്കാൻ വേണ്ടി പോകുന്നത്. ഡോക്ടർ തോമസ് ഐസക് പറയുന്നു മദ്യത്തിന് നികുതി കുറയ്ക്കുന്നതുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നൊരു തീരുമാനം മാത്രമാണ്, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു വഴി മാത്രമാണ് സർക്കാർ ഒരുക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ കുറച്ചുകൂടി കടുന്ന രീതിയിലാണ് ഒരു ആരോപണം ഇപ്പോൾ മുൻ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് ഉയർത്തുന്നത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്ത് ഈ ഒരു തീരുമാനം പൂർണ്ണമായും വേണ്ട എന്ന് വെച്ചതാണ്. അത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, സംസ്ഥാനത്തിന് വലിയ രീതിയിലുള്ള വരുമാന നഷ്ടമുണ്ടാകും. മറ്റൊന്ന്, വലിയ രീതിയിലുള്ള മദ്യലഭ്യത അത് കേരളത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ തീരുമാനം, ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട തീരുമാനം വേണ്ട എന്ന് വെച്ചത് എന്നുള്ളതാണ് MP രാജേഷ് പറയുന്നത്. LDF സർക്കാരിന്റെ കാലത്ത് 251% നികുതിയാണ് വീര്യം കുറഞ്ഞ മദ്യത്തിന് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അന്ന് മദ്യം നിർമ്മാണ കമ്പനികൾ പലവട്ടം സർക്കാരിനെ സമീപിച്ചിരുന്നു ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന്. പക്ഷെ അത് അപ്പോഴും ഈ കേരളത്തിൽ മദ്യലഭ്യത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള തീരുമാനവും എടുക്കേണ്ട എന്ന തീരുമാനത്തിൽ പാർട്ടിയും സർക്കാരും ഉറച്ചു നിന്നു. അതുകൊണ്ടാണ് അന്ന് ആ തീരുമാനം സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷേ UDF സർക്കാർ വന്ന് ഇപ്പോൾ ദിവസങ്ങളാവുമ്പോഴേക്കും മദ്യ കമ്പനികൾക്ക് വേണ്ടി ഈ നികുതി ഇളവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനു പിന്നിൽ പൂർണ്ണമായും വലിയ രീതിയിലുള്ള അഴിമതിയുണ്ട്. കർണാടകയിൽ നിന്നുള്ള മദ്യ ലോബികളാണ് ഇതിന് പിന്നിൽ. അത് ആരൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമാണെന്നും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കണമെന്നുമാണ് ഇപ്പോൾ മുൻ എക്സൈസ് വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള MP രാജേഷ് പറയുകയും ചെയ്തിട്ടുള്ളത്. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുമ്പോൾ അത് കർണാടക ലോബിയെ ഇവിടെ എത്തിക്കാനാണ്, കൂടുതൽ ഡിസ്റ്റിലറികൾ തുടങ്ങാനുള്ള സൗകര്യം ഒരുക്കാനാണെന്ന ഗുരുതര ആരോപണം, അതിന് പണം വാങ്ങിയെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ നിർണായകവുമാണ്.